സ്കൂളിൻ്റെ 60ാം വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇന്നു മുതൽ 3 ദിവസം നമ്മുടെ സ്കൂളിൻ്റെ 60ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടി, നാളെ ഈ സ്കൂളിലെ രക്ഷിതാക്കളുടെയും അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും മറ്റന്നാൾ 22-ാം തീയതി ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കലും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും പൂർവ്വ വിദ്യാർത്ഥി കലോത്സവവും 3 ദിവസത്തെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ള പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റമീസ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ 17ാം വാർഡ് മെമ്പർ എൻ്റെ സുഹൃത്തുമായ ശ്രീ മജീദ് മാസ്റ്ററെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ, നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ HM സുധ ടീച്ചർ, മാനേജർ മോഹൻദാസ് മാഷ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രജീഷ്, ഹാരിസ്, ബുഷറ, അതുപോലെ മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംഘാടക സമിതി ട്രഷറായിട്ടുള്ള CT ഗോപാലകൃഷ്ണൻ തുടങ്ങിയ എല്ലാ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മജീദ് മാഷോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീസ, പ്രിയപ്പെട്ട ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട സുലൈഖ, രക്ഷാകർതൃ സമിതിക്ക് വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന ഏറെ പ്രിയങ്കരനായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ പ്രിയങ്കരനായ മെമ്പറും ഞങ്ങൾ സീനിയർ മെമ്പർ കൂടിയായിട്ടുള്ള മജീദ് മാഷ്, ഈ പരിപാടിയെ സംബന്ധിക്കുന്ന ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സുലൈഖാത്ത, PTA പ്രസിഡന്റ് ചന്ദ്രബാബു അവർ, പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ മോഹൻദാസ് മാഷ്, PTA വൈസ് പ്രസിഡന്റ് ഹാരിസ്, മദർ PTA പ്രസിഡന്റ്, മദർ PTA അംഗങ്ങൾ, മറ്റ് PTA അംഗങ്ങൾ, സുധ ടീച്ചർ അടക്കമുള്ള അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിലൊന്നായ പാണ്ടിക്കാട് SMM LP സ്കൂളിൻ്റെ 60ാം വാർഷികം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സദസ്സിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഈ ഒരു വർഷത്തിൻ്റെ വാർഷികം നമുക്കറിയാം. 60ാം വാർഷികം 3 ദിവസങ്ങളിലായിട്ട് വളരെ വ്യത്യസ്തമായിക്കൊണ്ടുള്ള പരിപാടിയോട് കൂടിയിട്ടാണ് സ്കൂളിൻ്റെ മാനേജറും അധ്യാപകരും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ദിവസത്തിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കുട്ടികളുടെ പരിപാടിയാണെങ്കിൽ നാളെ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവസരം കൊടുത്തിട്ടുണ്ട്, അധ്യാപകർക്ക് വേണ്ടി അവസരം കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. ഈ ഒരു കലാകായിക രംഗത്തെ കുട്ടികൾക്കൊപ്പം ഇവരെയൊക്കെ അവർക്ക് അവതരിപ്പിക്കാനൊരു അവസരം കൊടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ
പാടിക്കാട് SMLP സ്കൂളിൻ്റെ ഒരു രക്ഷിതാവ് കൂടിയാണ്. ഈ ഒരു വർഷത്തോടു കൂടി ഞാൻ ഈ രക്ഷിതാവ് എന്നുള്ള ആ ഒരു സ്ഥാനം ഈ വർഷത്തോടു കൂടി അവസാനിക്കും. എൻ്റെ കുട്ടി 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് ഞാൻ ഈ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാനിവിടെ സഹകരിച്ചതുപോലെ തന്നെ ഇത് കഴിഞ്ഞാലും എൻ്റെ എല്ലാവിധ പിന്തുണയും സഹകരണം സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് ഉണ്ടാവുമെന്ന അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പഠനരംഗത്തും പാഠ്യേതര രംഗത്തൊക്കെ SMLP സ്കൂള് തികച്ചും പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു എൻ്റെ 2 കുട്ടികളെയും ഒരുപാട് മാറ്റങ്ങൾ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും അവരുടെ സ്വഭാവശുദ്ധിയിലും ഒക്കെ മാറ്റം വരുത്തി തന്ന എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരോടൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് തിരക്കുകൾക്കിടയിൽ എൻ്റെ കുട്ടികളുടെ പഠന കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഈ ഒരു 2 വർഷത്തിലും പ്രിയപ്പെട്ട മഞ്ജുഷ ടീച്ചർ സമയത്തും എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇടപെട്ടുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവളെ പഠനരംഗത്ത് മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ആഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്ന് കൂടി അവസരത്തെ സൂചിപ്പിക്കുകയാണ്. അല്ല പാട്ടുപാടാൻ കഴിയൂല, പക്ഷെങ്കിലും കുട്ടികളുടെ പരിപാടികളിൽ ഞാൻ എപ്പോഴും 2 വരി പാടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ പഠിച്ച വിദ്യാലയത്തിന് വേണ്ടിയിട്ട് 2 വരി പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിച്ച എൻ്റെ കലാലയം, നാം വളർന്ന എൻ്റെ വിദ്യാലയം, ഞാൻ പഠിച്ച എൻ്റെ കലാലയം, നാം വളർന്ന എൻ്റെ വിദ്യാലയം, തിരികെ ചെന്ന് നിൽക്കണം, ഓർമ്മ ചിറകിലേറണം, തോളോട് ചേർന്നിരുന്ന ബെഞ്ചിലൊന്നു കൂടിരിക്കണം, തോളോട് ചേർന്നിരുന്ന ബെഞ്ചിലൊന്നു കൂടിരിക്കണം. ഞാൻ പഠിച്ച എൻ്റെ കലാലയം, നാം വളർന്ന എൻ്റെ വിദ്യാലയം, ഇടവഴി പൊതുവഴി തണൽ തിരഞ്ഞു ചേർന്നു നിന്ന പൂമരച്ചുവടും ഈ മോഹബത്തിൻ്റെ ചുവരുകളിൽ നിറഞ്ഞു ചേർത്ത് നാം വരച്ച പ്രണയശില്പവും ആ ജനാലകളിലൂടെ നാം കണ്ട കൗതുകങ്ങൾ, ചിറകിലേറി നാം തീർത്ത തേൻ തടങ്ങൾ, സ്വരങ്ങളും നിറങ്ങളും ഇനിയും തേടി വരുമോ, കരങ്ങളിൽ കോർത്ത കൈകൾ ഒരു കുറിയിനി തൊടുമോ, സ്വരങ്ങളും നിറങ്ങളും ഇനിയും തേടി വരുമോ, കരങ്ങളിൽ കോർത്ത കൈകൾ ഒരു കുറിയിനി തൊടുമോ. ഞാൻ പഠിച്ച എൻ്റെ കലാലയം, നാം വളർന്ന എൻ്റെ വിദ്യാലയം. ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മികവായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും LSS പരീക്ഷ പോലുള്ള പൊതുപരീക്ഷകളിലൊക്കെ ഈ സ്കൂളിന് വലിയ ഒരു വിജയം നമ്മുടെ മഞ്ചേരി ഉപജില്ലയിൽ തന്നെ നല്ലൊരു വിജയം തന്നെ നേടാൻ വേണ്ടിയിട്ട് കഴിയാറുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിലും അങ്ങനെയുള്ള LSSന്റെ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ നടക്കുന്നത്. ഈ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷൻ നമ്മുടെ വാർഡ് മെമ്പർ മാഷ്, ഒമ്മാനെ ആദ്യം നമ്മുടെ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് റമീസ് അവർ, മറ്റു വേദിയിലുള്ള 33 കുട്ടികൾ നമ്മൾ LSS പരീക്ഷയ്ക്ക് തയ്യാറായി
റമദാൻ വർഷത്തിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ റമദാൻ ചെയ്ത് വേറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ശ്രീമതി റമീസ, നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്. അതുപോലെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മജീദ് മാസ്റ്റർ, അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് ചന്ദ്രബാബു, അതുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സുധ ടീച്ചർ തുടങ്ങി ഈ പ്രസംഗം ശ്രമിക്കുന്നതിനും ഇവിടെ ക്ഷമയോടെ കാത്തിരുന്ന